നാം ആഗ്രഹിക്കാത്ത സ്ഥാനത്ത് നമ്മെ കരുതുമെന്ന്, നമ്മെ കൈത്താങ്ങുമെന്ന് കരുതുന്ന ചില ജീവിതങ്ങൾ നമുക്ക് അപമാനമായി പരിഹാസമായി തീരുമ്പോൾ, നമുക്കെതിരെ കല്ലുകൾ എടുക്കുമ്പോൾ എറിയുവാൻ ഓടുന്ന കൈകളെ എറിയുവാൻ അനുവദിക്കുകയല്ല. Mighty name of Jesus. Take it, sister. Warrior for the name of Jesus. Blessing upon you. Blessing upon you. ശുശ്രൂഷ നിർവഹിക്കാൻ തക്കോണം അതിലെ ബഥേൽ അസംബ്ലി ഓഫ് ഗോഡിന്റെ അതിലെ നേതൃത്വത്തിൽ അതിനാവശ്യമായ പേപ്പേഴ്സ് നൽകുവാൻ തക്കോണം ഇടയായിട്ടുണ്ട്. ആ പേപ്പേഴ്സിനെക്കാൾ ഉപരിയായി ഇന്ന് നാം ഒരുമിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വേലയെ അതിലെ സ്തോത്രം അതിശക്തമായി ഉപയോഗിക്കുവാൻ തക്കോണം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. അതിലെ കർത്താവിന്റെ ദാസന്മാർ മുന്നോട്ട് കടന്നുവന്ന് അതിലെ സ്തോത്രം ആമേൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord, praise the Lord, praise the Lord. Glory to God, hallelujah, glory to God. He's the ordained ministry. Hallelujah, സ്തോത്രം ഈ ദൈവദാസനെ ഹല്ലേലൂയ സ്തോത്രം ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം കൃപയുടെ വല്ലഭത്വം തന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ ഹല്ലേലൂയ വെളിപ്പെടുവാൻ തക്കോണം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. Glory to God. Glory to God. Hallelujah. സ്തോത്രം. ഈ സമയത്ത് ഹല്ലേലൂയ ഐപിഎഫിയുടെ പ്രസിഡന്റ് ഹല്ലേലൂയ ജോസഫ് സാമുവൽ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദാസൻ പാസ്റ്റർ മാത്യു സി സാമുവലുമായി ഈ സമയം ഞങ്ങളുടെ സന്നിധിയോട് അടുത്ത് വരികയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ നിന്നെ ഞാൻ ജാതികൾക്ക് പ്രകാശവും ജാതികൾക്ക് ഒരു പ്രവാചകനും ആക്കി വെച്ചിരിക്കുമെന്നുള്ള വാർത്ത പ്രകാരം ദൈവമേ കണ്ടെത്തിയതാണ്. അഭിഷേകം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ അങ്ങനെ ദാസനോടും കുടുംബത്തോടും ഇരിക്കുന്നതിനായി സ്തോത്രം, കാഴ്ചകളിലായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ നൽകിയാലേ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത് വചനത്തിൽ നിന്ന് ശക്തമായി സംസാരിക്കും. കടന്നു വന്നപ്പോൾ അല്പ സമയങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടു കൂടിയാണ് ഇന്നലെ രാവിലെ ഈ രാജ്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. KSUവിന് വേണ്ടി വോട്ട് ചോദിക്കുവാൻ ഈ പട്ടണത്തിലുള്ള വീടുകളിൽ നല്ലൊരു ശതമാനവും ഞാൻ കയറിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മിനർവ കോളേജ് തൊട്ട് താഴത്തെ ബിൽഡിംഗ് ഇപ്പൊ അവിടെ കാണുന്നില്ല. ഞങ്ങൾ വന്നത്, ഞാൻ എന്റെ വൈഫ്, ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം നോർത്ത് ഇന്ത്യയിലെ മിഷണറി വർക്കിന് വേണ്ടി വന്നതാണ്. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു, വെള്ളങ്ങൾ നിന്നെ കണ്ട് ശ്രമിച്ചു, ആഴുകളും ഉറച്ചുപോയി. നിന്റെ തലമുറയില്, നിന്റെ സഭയില് അതിന് പകൽക്കാലം ഒരു ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുവാൻ തയ്യാറായ all the three estates. ഇവിടെ പോകുമ്പോഴും വളർന്നുമ്പോഴും എല്ലാ സൈസ് കേരളത്തിലുള്ള എല്ലാ പണികളും ചേനയും ചേമ്പും എല്ലാം ഉണ്ട്.
ഈ സ്ഥലം വനത്തിലോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാം വനവും ടീ ഗാർഡൻസ്. ഞാൻ താമസിക്കുന്ന സ്ഥലമായിരുന്നു. ആ വനത്തിന്റെ ബോർഡറിലാണ് ഞാൻ താമസിക്കുന്നത്. സുനിത ओके ओके अमर यस सर फालतू മഹത്വമുണ്ടാകട്ടെ. കരോൾട്ടൺ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നു വരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനം പങ്കിടുവാൻ ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യട്ടെ. ഒരു ആന്റിഡോട്ട് അനോയിന്റിംഗ്, ഒരു പ്രതിരോധക അഭിഷേകം ദാവീദിന്റെ ജീവിതത്തിലേക്ക് പകർന്നിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കേരളത്തിൽ നിന്ന് വന്നവരാണല്ലോ. നാട്ടിൽ പാമ്പ് കടിച്ചാൽ നാം ചെയ്യുന്നത് എന്തായിരുന്നു? പാമ്പിനെ കൊണ്ട് തന്നെ വിഷം കുത്തി എടുപ്പിക്കും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വിഷം കുത്തിവെച്ച പാമ്പ് തന്നെ വന്ന് വിഷം കുത്തിയെടുക്കുക. ഇവിടെ രോഗം വന്നാൽ നാം പോയി ടെസ്റ്റുകൾ നടത്തും. ടെസ്റ്റുകൾ നടത്തിയിട്ട് രോഗം മനസ്സിലായാൽ അതിന് തക്കതായ ഒരു പ്രതിവിധി ഡോക്ടർ കുറിക്കും, ഒരു ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആ രോഗത്തിന് പ്രതിരോധകമായി നിന്നിട്ട് അതിനെതിരായി ശരീരത്തിന് മേൽ പോരാടുന്ന ആ വൈറസിന് ആ പ്രത്യേക സ്വഭാവത്തെ സെല്ലുകൾ ഏതൊക്കെയോ അതിനെയൊക്കെ തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യുവാൻ, റീകൺസ്ട്രക്ട് ചെയ്യുവാൻ, നോർമലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. എന്താ ആന്റിബയോട്ടിക് ചെയ്യുന്നത്? ആന്റിഡോട്ടായി നിന്നുകൊണ്ട് അതിനെ നള്ളിഫൈ ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ആന്റിബയോട്ടിക് കാണിക്കുന്നത്. അതേ സംഭവമാണ് നമുക്ക് ഇവിടെയും കാണുവാൻ കഴിയുന്നത്. ഇതാ ഫറവോൻ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അവൻ അറിവ് കിട്ടി, പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നു. അവൻ രാജ്യത്വം അവന്റെ പേരിലാണ്. അന്വേഷിച്ചു, തിരുവെഴുത്തുകൾ പരിശോധിച്ചു, അവൻ ബേത്ലഹേമിലാണ്. ഫറവോ ചെയ്തത് മറ്റൊന്നുമല്ല, 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുവാൻ അവൻ ഉത്തരവ് കൊടുക്കുന്നു. എന്താ സംഭവിച്ചത്? മോശക്കുഞ്ഞിനെ 3 മാസം ഒളിച്ചു വെച്ചിട്ട് പിന്നെ ഒളിക്കുവാൻ കഴിയാതെ നൈൽ നദിയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഏത് രാജാവ് കൽപ്പന കൊടുത്തുവോ, ഏത് രാജാവ് കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം കൊന്ന് നൈലിലേക്ക് വലിച്ചെറിഞ്ഞുവോ, അതേ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിന്റെ മൂക്കിന് തൊട്ട് താഴെ നിന്നുകൊണ്ട് രാജാവിന്റെ മടിയിൽ ഇരുന്നു കൊണ്ട് മോശ കളിച്ചുകൊണ്ട് വളരുകയാണ്. ഇതാ പ്രതിരോധം. ഇതാ പ്രതിരോധം എന്ന് പറയുന്നത്. കൊല്ലുവാൻ ആര് ശ്രമിച്ചുവോ, കൊല്ലുവാൻ ആര് പദ്ധതി ഇട്ടുവോ, അവന്റെ മടിയിൽ തന്നെ അവന്റെ ഓമനത്വം ഏറ്റെടുത്തുകൊണ്ട്, അവന്റെ സ്നേഹം ഏറ്റെടുത്തുകൊണ്ട് ഇതാ മോശക്കുഞ്ഞ് വളരുകയാണ്. എന്തിനു വേണ്ടി? കാലത്തിന്റെ കടികാരമായി, ജനത്തിന്റെ വിടുതലിന് സമയമായി, ജനത്തെ വിടുവിക്കണം. 400 വർഷം കഴിയുമ്പോൾ അവരെ മടക്കി വരുത്താമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചത് സംഭവിച്ചേ മതിയാകും.
ഒരു പ്രതിരോധക അഭിഷേകമാണ് ദാവീദിലേക്ക് പകർന്നത്. പ്രൈസ് ഗോഡ്. അമേരിക്ക ഇറാഖ് യുദ്ധം നിങ്ങളെല്ലാവരും ടിവിയിലൂടെ വളരെ ജിജ്ഞാസയോട് കണ്ടവരാണെന്ന് ഞാൻ കരുതുന്നു. എത്ര ഭയാനകമായ ഒരു സംഭവം. എന്നാൽ ചില ദിവസങ്ങൾ കൊണ്ട് അതിനെ കുവൈറ്റിനെ പിടിച്ചെടുത്ത ഇറാഖിനെ അവിടെ നിന്ന് തിരിച്ചോടിക്കുവാൻ, കുവൈറ്റിനെ വീണ്ടും സ്വതന്ത്രമാക്കുവാൻ കഴിഞ്ഞത് അമേരിക്കയുടെ പ്രത്യേക സൈനിക പാഠവുമാണ്. അതിന് ഏറ്റവും സഹായിച്ച ഒരു ഘടകം എന്തെന്ന് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അന്ന് അമേരിക്ക പുറത്തിറക്കിയ പേട്രിയോട്ടിക് എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്. പേട്രിയോട്ടിക് മിസൈലുകൾ വളരെ പ്രശസ്തമാണ്. എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറാഖിൽ നിന്ന് ഉയരുന്ന ഒരു മിസൈൽ അത് ഉയരുവാൻ തുടങ്ങുമ്പോൾ ഇവിടെ നിൽക്കുന്ന കപ്പലിലിരിക്കുന്ന പേട്രിയോട്ടിക് മിസൈൽ അത് മണത്തറിഞ്ഞിട്ട് എവിടെ അത് ഉയർന്നുവോ അവിടേക്ക് കടന്നു ചെന്ന് അവിടെ വെച്ച് തന്നെ അതിനെ നശിപ്പിച്ച്, അതിനെ ഉയർത്തുവാൻ കഴിയാതെ, ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ അതിന്റെ തുടക്കത്തിൽ തന്നെ നശിപ്പിക്കുന്ന ഒരു മിസൈല് പേട്രിയോട്ടിക് മിസൈൽ ആയിരുന്നു കുവൈറ്റ് യുദ്ധത്തിന്റെ വിജയമെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായി കഴിയും. ഞാൻ പറയട്ടെ, ഏത് സ്ഥാനത്ത് നിന്ന് തകർക്കുമെന്ന് വെല്ലുവിളിച്ച് തകർക്കുവാനുള്ള പദ്ധതി മുൻപോട്ട് കൊണ്ടുവരുന്നുവെങ്കിൽ അവിടെ തന്നെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരു ചെറിയ സാക്ഷി കൂടി പറയട്ടെ. ഹോണ്ടറസ് എന്ന പ്രദേശത്ത് സുവിശേഷ പ്രവർത്തനവുമായി ചില വർഷങ്ങൾക്ക് മുമ്പ് കടന്നു പോകുവാൻ അവിടെയുള്ള എല്ലാ സഭകളും ചേർന്നുകൊണ്ട് ഒരു വലിയ സുവിശേഷ യോഗം ക്രമീകരിക്കുവാൻ സഹായിച്ചു. സ്പാനിഷ് മാത്രം സംസാരിക്കുന്ന ഒരു രാജ്യം, ഇംഗ്ലീഷ് അറിയാവുന്ന 2-3 പേർ അവിടെ ആയിട്ടുണ്ട്. ശനിയാഴ്ച വളരെ മനോഹരമായ കൺവെൻഷൻ നടക്കുകയാണ്. അവിടെയുള്ള ഏക ഫുട്ബോൾ സ്റ്റേഡിയം ഞങ്ങൾ റെന്റ് ചെയ്തിരിക്കുകയാണ്. 173 സഭകൾ ചേർന്നുള്ള കൺവെൻഷനാണ്. മനോഹരമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുകയാണ്. ഞായറാഴ്ച രാവിലെ ന്യൂയോർക്കിൽ നിന്ന് പോയി ഞങ്ങളോട് പറഞ്ഞു, ആരും ചർച്ചിൽ പോകരുത്, കാരണം നിങ്ങളൊന്ന് 5 പേരുണ്ട്, ഇവിടെ 170 ചർച്ചിലായിട്ട് വിടാനൊക്കത്തില്ല, പ്രശ്നം ഉണ്ടാകാതെ ഒക്കില്ല. ഞാൻ ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ, ദൈവദാസൻ എവിടെങ്കിലും അവസരം കിട്ടുമെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ തീരുമാനിച്ചു ഞാൻ ചർച്ചിൽ പോവുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ രാത്രി 10 മണിയായപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു സ്നേഹിതനുണ്ട്. മിലിറ്ററിയിൽ ഒരല്പം ഇംഗ്ലീഷ് അറിയാം. ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെന്ന് ഏതെങ്കിലും ഒരു പാസ്റ്ററോട് പറ ഞാൻ നാളെ ചർച്ച വരുന്നുണ്ടെന്ന്. അവൻ ചെന്ന് ആദ്യം കണ്ട ഒരു പാസ്റ്റർ, നല്ല തടിമെടുക്കുള്ള ശക്തനായ ഒരു ദൈവദാസ്, എന്ന് പറഞ്ഞു മാത്യു ശവമൊരു ചർച്ച വരുന്നുണ്ട്. അവർക്ക് സന്തോഷമായി. അവർ കഴിഞ്ഞ 3 ദിവസമായിട്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിളിച്ചോണ്ടപ്പാനായിട്ടിരിക്കുക. പക്ഷേ സംഘാടകർ പറഞ്ഞിട്ടുണ്ട് ആരെയും വിളിക്കരുതെന്ന്. അപ്പൊ ഇത് ഇച്ഛിച്ചതും കൽപ്പിച്ചതും ഒന്നെന്ന് പറഞ്ഞ പോലെ ഞാൻ അവിടെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പൊ ഞാൻ ഇവൻ ചോദിച്ചു, സാർ ഹൗ യു ഗോയിങ് ടു ട്രാൻസ്ലേറ്റ്? ഞാൻ പറഞ്ഞൊരു കാര്യം, നീ വന്നേച്ചാൽ മതി, നീ രാവിലെ വന്ന് എന്നെ പിക്ക് ചെയ്യണം, നമ്മൾ രണ്ടും കൂടെ അവിടെ ചെല്ലും. ആ സ്റ്റെപ്പിലോട്ട് കയറുമ്പോൾ ഞാൻ നിന്റെ തലയിലോട്ട് കൈവയ്ക്കും, പ്രാർത്ഥിക്കും, നീ എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യും. അവൻ പറയോ പക്കത്തെ ശാന്തമാക, നീ വന്ന് പിക്ക് ചെയ്താൽ മതി. അന്ന് രാത്രി ഞങ്ങൾക്ക് അന്നത്തെ ഡിന്നർ നൽകിയത് അവിടുത്തെ ഗവർണറുടെ വകയായിട്ടായിരുന്നു. ഗവർണറുടെ മോളും അവിടെ ഉണ്ടായിരുന്നു. ഗവർണറുടെ മോള് പറഞ്ഞു, അങ്കിള് ഞാനിവിടെ വരട്ടെ ചർച്ചില്. ഞാൻ പറഞ്ഞു ഓക്കെ. ഗവർണറോട് പെർമിഷൻ ചോദിച്ചു. അദ്ദേഹം പെർമിഷൻ തന്നു. ഇവിടെ ടെന്നീസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാ, ഡിഗ്രിക്ക് 2nd ഇയർ പഠിക്കുകയാ. ഞാൻ ചോദിച്ചു, മോളെ ട്രാൻസ്ലേറ്റ് ചെയ്യാമോ? അങ്കിൾ ഐ നെവർ ഡിഡ് ഇറ്റ്, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ജസ്റ്റ് യു ക്യാൻ കം. അവൾ പറഞ്ഞു ഞാൻ വരാം. അവസാനം മീറ്റിങ്ങിന് രാവിലെ പുറത്തിറങ്ങി, ഹോട്ടലിൽ നിന്ന് തയ്യാറായി പുറത്തിറങ്ങി, പുറത്ത് നിൽക്കുക. ടാക്സി ഡ്രൈവർ വന്നു, ഈ പെൺകുട്ടിയില്ല. 9 മണിക്ക് പോകണം, 9:10 പെൺകുട്ടിയില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പോകാം. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. പാസ്റ്ററുടെ റൂമിൽ പാസ്റ്ററേജിൽ കയറി 9:30 ചർച്ച തുടങ്ങുകയാ. 9:29 ആയപ്പോൾ ആ പെൺകുട്ടി തന്നെ ഡ്രൈവ് ചെയ്ത് ആ ചർച്ചിൽ വന്നു. ഞാൻ ഉദ്ദേശിച്ചിരിക്കും ഒരു 30-45 മിനിറ്റൊക്കെ സമയം കിട്ടും, അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചില്ല. ഈ ദൈവദാസൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവിടോട്ട് കയറി
സങ്കീർത്തനം വായിച്ചു, പ്രാർത്ഥിച്ചു. ബാക്കിയുള്ള 1.25 മണിക്കൂർ എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് മാറി. ഞാൻ എൻ്റെ മെസ്സേജ് പറഞ്ഞു 45 മിനിറ്റ്. അതിനുശേഷം പറഞ്ഞു, ദേവദാസനെ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. എനിക്ക് സ്പാനിഷ് അറിയത്തില്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. എന്നാൽ ഞാൻ പറയട്ടോ, ആദ്യമായി പ്രാർത്ഥിക്കുവാൻ മുൻപോട്ട് വന്നൊരു സ്നേഹിതന് ഡ്രസ് മുഴുവൻ മലിനമായവനാണ്, വളരെ മുഷിച്ചവനാണ്. കണ്ണുകളിൽ നിന്നുള്ള കണ്ണുനീർ ഒഴുകി ഒഴുകി അവന്റെ ഡ്രസ് ഇങ്ങനെ ഒഴുകുന്ന കാണാം. വന്നവൻ പറഞ്ഞു, എനിക്ക് രക്ഷിക്കപ്പെടണം. അവരോട് ഞാൻ സുവിശേഷം പറയുവാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു. രണ്ടാമത് വന്നത് ഒരു യൗവനക്കാരിയ, 22 വർഷമായ ചർച്ചിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിയാ. മെന്റൽ പ്രോബ്ലമാണ്. അവൾ വന്നപ്പോഴേ പാസ്റ്റർ പുറമോട്ട് മാറാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, പാസ്റ്റർ കുഴപ്പമില്ല. ഇവള് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കരം ഇങ്ങനെയൊന്ന് ഉയർത്തി. പാസ്റ്ററോട് പറഞ്ഞു, തലയിലോട്ട് കൈവച്ചാട്ടെ. പാസ്റ്റർ തലയിലോട്ട് കൈവച്ചു. ഈ പെൺകുട്ടി സ്ലൈനായിട്ട് താഴെ വീണു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ അഭിഷേകം മാറുകയാ. പാസ്റ്ററുടെ ഭാര്യ ആരാ? പാസ്റ്ററുടെ ഭാര്യയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരി, ഇന്ന് അഭിഷേകം ദേവദാസിക്ക, ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സഹോദരി അവിടെ ഇരുന്ന് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വേറെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 7 ഭൂതങ്ങൾ വിട്ടുമാറി. ആ സഹോദരി ഇന്നും പൂർണ്ണ സൗഖ്യത്തോടെ ഹോണ്ടറസിന്റെ പ്രദേശത്തായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ ആശയം എന്താണെന്ന് അറിയാമോ? സാഹചര്യമല്ല നിന്റെ വിഷയം. നിന്റെ വിഷയം അതൊന്നുമല്ല, മറിച്ച് നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ഒരു അഭിഷേകം നിന്നിലേക്ക് പകർന്നിട്ട്, ഒരു അടിയന്തര അഭിഷേകം, ഒരു പ്രതിരോധ അഭിഷേകം നിന്നിലേക്ക് പകർന്ന് നിന്നെ അവിടെ മാനിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ദാവീദിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത? ദാവീദിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ അഭിഷേകമായിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. വ്യക്തിപരമായ ഒരു ബന്ധം ദാവീദിന് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദാവീദ് ദൈവം എപ്പോഴും ആരാധനയിലൂടെ സ്തുതികളിലൂടെ ദൈവവുമായി ബന്ധപ്പെടുന്ന ഒരു അനുഭവം. അവൻ ഇതാ മലയുടെ മുകളിൽ ആളുകളെ തീറ്റുമ്പോൾ അവിടെയും ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, സ്തുതികൾ കരേറ്റുവാൻ അവൻ തയ്യാറായിരുന്നു. പ്രൈസ് ഗോഡ്. അതേ അനുഭവം നാം കാണുവാൻ കഴിയുന്ന ശൗമേല് ദൈവം പതിവായി ഇറങ്ങി വന്ന് ശൗമലിനോട് സംസാരിക്കുമായിരുന്നു. പ്രൈസ് ഗോഡ്. എന്താ സംഭവം എന്നറിയാമോ? നാം പുറമേ ഉള്ളത് കാണുമ്പോൾ ദൈവം അകമേയുള്ളത് കാണുന്നു. പ്രൈസ് ഗോഡ്. മറ്റുള്ളവർ നമ്മെ വളരെ ജഡ്ജ്മെന്റലായി കാണുമ്പോൾ സകലതും അറിയുന്ന ഉള്ളവളെ കാണുന്ന എന്റെ ദൈവം ഹൃദയങ്ങളിലെ ചെറിയ നിരൂപണങ്ങൾ പോലും അറിയുന്ന ദൈവം നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തെ ആശ്രയിച്ച് നമ്മോട് ചേർന്ന് വരുവാൻ, നമ്മോട് ചേർന്ന് നിൽക്കുവാൻ, നമ്മോട് ചേർന്ന് ഓടുവാൻ. ഇന്ന് പകൽക്കാലം ഈ ദൈവവുമായ ഒരു വ്യക്തിപരമായ ബന്ധമില്ലാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാനൊരു എളിയ സഹോദരൻ എന്ന നിലയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, യേശുവുമായി ഒരു വ്യക്തിപരമായ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഈ ലോകത്തിൽ എന്തുണ്ടായിരുന്നാലും ലോകത്തിലെ ഒന്നും നമുക്ക് ശാശ്വതമല്ല. നമ്മുടെ ആയുസ് 70, ഏറിയാൽ 80, ദുഃഖവും ദുരിതവും നിറഞ്ഞതാണെങ്കിലും ഇതിനപ്പുറമായി ഒരു നിത്യത ഉണ്ടെന്ന് നാം മറക്കരുത്. എന്റെ യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി പർവ്വയാഗമായി തീർന്നുവെങ്കിൽ, അവന്റെ രക്തത്തിന്റെ വിലയാൽ നമുക്ക് വീണ്ടെടുപ്പ് നൽകിയെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വലിയ രക്ഷ ഇന്ന് പകൽക്കാലം സ്വന്തമാക്കുവാൻ, സ്വായത്തമാക്കുവാൻ, ആ ഉറപ്പ് പ്രാപിക്കുവാൻ, വ്യക്തിപരമായി പിതാവെന്നുള്ള ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രാപിക്കുവാൻ കഴിയുമോ? ദാവീദിന്റെ ജീവിതത്തിൽ നാം പഠിക്കുമ്പോൾ ഒരു അടിയന്തര അഭിഷേകം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു ആന്റിന്റെ പ്രതിരോധക അഭിഷേകം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിപരമായ ബന്ധത്തിന്റെ അഭിഷേകം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ കാണുന്ന ഒരു അഭിഷേകം എന്തെന്ന് ചോദിച്ചാൽ, an irresistible anointing, തടുക്കുവാൻ കഴിയാത്ത ഒരു അഭിഷേകം. തകർക്കുമെന്ന് വെല്ലുവിളിച്ച് മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ്
ശത്രുവായവൻ അടവുകൾ എടുത്തുകൊണ്ട് മുൻപോട്ട് വരുമ്പോൾ നിന്നെ തടഞ്ഞു നിർത്തുന്ന ശക്തികളെ ഇല്ലാതാക്കി ഒരു പ്രതിരോധക അഭിഷേകമായി ദാവീദിന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ഒരു പരിചിതമായ ഒരു കഥ നിങ്ങളോട് പറയാം. തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ, സൗഖ്യം അന്വേഷിക്കുവാൻ ഇശായി ദാവീദിനോട് പറയുന്നു. ദാവീദ് ഫലവർഗങ്ങള് ഭക്ഷണങ്ങളൊക്കെ എടുത്തുകൊണ്ട് യുദ്ധസ്ഥലത്തേക്ക് പോകുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഭയന്ന് കഴിയുന്ന ഒരു വലിയ സൈന്യത്തെ, ദൈവജനത്തെ അവിടെ കാണുവാൻ കഴിയുന്നു. ഭയം കൊണ്ട് വിറച്ചിരിക്കുന്ന ഒരു അനുഭവം, ആർക്കും പുറത്തിറങ്ങുവാൻ കഴിയാത്തൊരു അനുഭവം. ഇതങ്ങനെ നിൽക്കുമ്പോൾ മല്ലനായ ഒരു ഭീമാകാരനായ ഗലായത്ത് അവൻ പുറത്തേക്ക് വന്നിട്ട്, നിങ്ങൾ ഒരുത്തരെ തിരഞ്ഞെടുക്ക്, ഒരുത്തന് എനിക്കെതിരായി വരട്ടെ, ഞാൻ അവനുമായി മല്ലിടാം. അവൻ എന്നെ തോൽപ്പിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അടിമയാ. ഞാൻ തോക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അടിമയാ. ജീവിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്ന ഒരു ശക്തനായ മനുഷ്യൻ അവിടെ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ ഇതാ ജനങ്ങൾ മുഴുവൻ ഗുഹകളിലേക്ക്, അവരുടെ മാളങ്ങളിലേക്ക് ഓടി ഒളിക്കുകയാണ്. പുറത്തു നിൽക്കുവാൻ കഴിവില്ലാതെ പ്രഭാതത്തോർ കേൾക്കുന്ന ഈ ശബ്ദം, സന്ധ്യാസമയം കേൾക്കുന്ന ഈ ശബ്ദം ജനത്തിന്റെ കാതുകളിൽ ഭീതി ഉയർത്തുമ്പോൾ, ഭയം ജനിപ്പിക്കുമ്പോൾ, ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിരാശകളായി മാറുമ്പോൾ ദാവീദ് അവിടെ കടന്നു വരികയാണ്. ദാവീദ് ചോദിക്കും, എന്താ ഇവിടുത്തെ സംഭവം, എന്താ ഇവിടുത്തെ വിഷയം, ആരായി മനുഷ്യൻ, എന്താ നിങ്ങൾ യുദ്ധം ചെയ്യാത്തത്, എന്താരും അടുക്കാത്തത്? ആർക്കും തന്റെ ഇടമില്ല, ആരും തയ്യാറല്ല, ഒരു ചലഞ്ച് ഏറ്റെടുക്കുവാൻ ആരും തയ്യാറല്ല. അങ്ങനെ നിൽക്കുമ്പോൾ ദാവീദ് പറയുകയാ, ഇവനെ തോൽപ്പിച്ചാൽ എന്താ പ്രതിഫലം കിട്ടുന്നത്? ഒരാളിനോട് ചോദിച്ചു, സഹോദരന്മാർ കേട്ടു, ഓടി വന്ന് പറഞ്ഞു, നിനക്കെന്താ ഇവിടെ കാര്യം? പുറത്തു പോ, ഞങ്ങളിവിടെ അധ്വാനിക്കുന്നവരാ, ഞങ്ങൾ ട്രെയിൻഡ് ആളുകളാ, ഞങ്ങൾക്കൊക്കെ നല്ല ട്രെയിനിങ് ഉണ്ട്, നീ പുറത്തു പോ. അവൻ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ അപ്പുറത്തോട് പോയി ഇപ്പുറത്തെ വാതിൽ വഴി വന്നിട്ട് ചോദിക്കും, ഈ ദൈവത്തെ നിന്ദിക്കുന്ന ഈ മനുഷ്യനാരാ? അവസാനം ശൗലിന്റെ അടുക്ക വാർത്ത ചെല്ലുന്നു. ശൗൽ അവനെ വിളിക്കുന്നു. ശൗല് പറയുന്നു, നിനക്ക് ഇവനെ തോൽപ്പിക്കാൻ ഒക്കുമോ? നീ ഒരു ബാലനല്ലേ? അവൻ പറയുന്നു, സിംഹം എന്റെ നേരെ കടന്നു വന്നു, ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് നാടിനെ രക്ഷിച്ചു, സിംഹത്തെ ഞാൻ വലിച്ചു കീറി. കരടി ഒരിക്കൽ വന്നു, അതിനെ ഞാൻ വലിച്ചു കീറി. കരടിയിൽ നിന്ന്, സിംഹത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം, ജീവിക്കുന്ന ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം എന്റെ ദൈവമാകിയാൽ ആ ദൈവത്തോട് ചേർന്നുകൊണ്ട് ഞാനിവനെ നേരിടും. അവന്റെ ഉറപ്പ് കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, പൊയ്ക്കോ, എന്റെ എല്ലാ ആയുധങ്ങളും എടുത്തു, എന്റെ പടക്കോട്ടം എടുത്തു, ശൗലിന്റെ പടക്കൂട്ടങ്ങളൊക്കെ ഇടുന്നു, അവന്റെ ആയുധമൊക്കെ എടുത്തു. ദാവീദ് നടക്കാൻ നോക്കി, നടക്കാൻ ഒക്കത്തില്ല. അവൻ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് നിന്റെ ആയുധങ്ങൾ വേണ്ട, നിന്റെ പടക്കോട്ട എനിക്ക് വേണ്ട, എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ അവന്റെ കവണി എടുത്തു, അവൻ പോയ വഴിക്കഞ്ച് കല്ലുപെറുക്കി. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ഒരു നായെ പിടിക്കുവാൻ വരുന്ന പോലെ വടിയുമായി നീ വരുന്ന മനുഷ്യനാരെ? ദൈവത്തെ നിന്ദിക്കുമ്പോൾ അവൻ വിളിച്ചു പറയുന്ന ഒരു പദമുണ്ട്, നീ നിന്ദിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കടന്നു വരുന്നു. ഗോലിയാത്ത് പറയുകയാണ്, നീ കടന്നു വാ, നിന്നെ വെട്ടി നിന്റെ മാംസം കഷ്ണമാക്കി ഇന്ന് പക്ഷികൾക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, നിന്റെ മാംസം ഇന്ന് പക്ഷികൾ കഴിക്കും. എത്ര മനോഹരമായ ഒരു ഇല്ലുസ്ട്രേഷനാ. എന്താ സംഭവിച്ചത് നമുക്കറിയാം. സൺഡേ സ്കൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വളരെ മനോഹരമായതാണ്. പറയട്ടെ, അവസാനം അവനെ നിന്ദിച്ചവന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവന്റെ കയ്യിലെ കല്ലെടുത്ത് കവണയിൽ വെച്ച് അവൻ വലിച്ചെറിയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഇരുന്നതിനാൽ, ദൈവകൃപ അവനോട് കൂടെ ഇരുന്നതിനാൽ, അവൻ ദൈവത്തോട് ചേർന്ന് ചലഞ്ച് ഏറ്റെടുത്തതിനാൽ എന്ത് സംഭവിക്കുന്നു? ഗോലിയാത്ത് ആദ്യത്തെ കല്ലിൽ തന്നെ തറം പരിചയാവുകയാണ്. അവന്റെ പരിചയക്കാർ ഓടുമ്പോൾ അവൻ ഓടിയടിച്ചു.
ഗോലിയാത്തിന് മുകളിലേക്ക് തലയിലേക്ക് കാലെടുത്ത് വെച്ചു. അവന്റെ വാൾ വലിച്ചൂരി അവന്റെ തല വെട്ടിമാറ്റി കയ്യിൽ ഉയർത്തിക്കൊണ്ട് ഇതാ മലയിറങ്ങി വരുന്ന ഒരു ദാവീദ്. എന്താ ദാവീദ് അതിന്റെ അഭിഷേകം? എന്താ ദാവീദ് അതിന്റെ പ്രത്യേകത? ദാവീദിന്റെ ജീവിതത്തില് അഭിഷേകം കാണുവാൻ കഴിയുന്നത്, ദാവീദിന്റെ ജീവിതത്തില് പ്രത്യേകത കാണുവാൻ കഴിയുന്നത് തടുക്കുവാൻ വയ്യാത്ത ഒരഭിഷേകം. ആരാലും തടുക്കുവാൻ കഴിയാത്ത ഒരഭിഷേകം. ഇന്നലകളിൽ ദാവീദ് പ്രശസ്തനായി, ഇന്നലകളിൽ അവൻ വീണ്ടും പ്രശസ്തനാ. യെരൂശലേമിൽ ചെന്നാൽ ദാവീദിന്റെ കൊട്ടാരം അവിടെ പ്രത്യേകമായ സ്ഥലങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ദാവീദിന്റെ ശവകുടീരം അതോ കോഫിന് ശവം മഞ്ചോടെ വെച്ചിട്ടുണ്ട്. കാണുവാനാണ് ഏറ്റവും വലിയ തിരക്ക്. അത്ര മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു. ഒരു ചരിത്ര സംഭവമാണ്. ദാവീദിന്റെ മേൽ ദൈവം അഭിഷേകം പകരുന്നു. ഓരോ തലമുറയിൽ, ഓരോ കാലങ്ങളിൽ ദൈവം ആ തലമുറയിൽ ആവശ്യമുള്ള അഭിഷേകം പകരുന്നുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ തലമുറയ്ക്ക് ആവശ്യമുള്ള അഭിഷേകം നമ്മിലേക്ക് പകരുവാൻ ദൈവം ഒരു പാത്രം നോക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ഈ അഭിഷേകം അവൻ പകരുവാൻ, ഈ അഭിഷേകത്തിൽ നിർത്തുവാൻ, നമ്മെ ഓടിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ പല വർഷങ്ങളിലായി പല രാജ്യങ്ങളിൽ കടന്നുപോയി ദൈവവചനം സംസാരിക്കുവാൻ, ദൈവത്തിന്റെ വലിയ വിടുതൽ കാണുവാൻ കഴിഞ്ഞത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ഈ അഭിഷേകമാണ്. മുഖത്തെ തകർക്കുന്ന അഭിഷേകം ഇന്ന് രാത്രി നമ്മെ വിടുവിക്കട്ടെ, ഇന്ന് രാത്രി നമ്മെ വിടുവിക്കട്ടെ. ഗിൽഗാൽ ഹൗസിലെ പ്രയറിലേക്ക് കടന്നു വന്ന ദൈവവചനം കേട്ട ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ഒരു പ്രത്യേക അഭിഷേകം, ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവം പുതിയതൊന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, ഒരു പുതിയതൊന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ആരാഗ്രഹിക്കും, ആരേൽപ്പിച്ചു കൊടുക്കും? നിങ്ങളിലേക്കാണ് പുതിയതൊന്ന് പകരുന്നത്. ഇന്ന് രാത്രി പുതിയതൊന്ന് പകരുവാൻ, പുതിയതൊന്ന് പകരുവാൻ, പുതിയതൊന്ന് പകരുവാൻ, ഒരു പുതിയ അഭിഷേകത്തോട്, ഒരു പുതിയ ശക്തിയോട്, ഒരു പുതിയ ബലത്തോട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പ്രത്യേകമായ ഏതെങ്കിലും വിഷയത്തിൽ, ഏതെങ്കിലും ആവശ്യത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോട് നിങ്ങൾക്ക് പ്രയാസമുള്ള ഭാവങ്ങൾ കരങ്ങൾ വെക്കുക. നിങ്ങളുടെ വിശ്വാസം ഇന്ന് രാത്രി നിങ്ങളെ രക്ഷിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവർ കടന്നു പോകുന്ന വിഷയങ്ങൾ അടിയൻ അറിയുന്നില്ലെങ്കിലും സ്വർഗമേ, നീ അറിയുന്നതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ വിഷയത്തിനും നിനക്ക് മറുപടി ഉള്ളതിനാൽ സ്തോത്രം. ഇന്ന് രാത്രി കർത്താവേ, അവരുടെ ജീവിതത്തിന്റെ വിഷയങ്ങളിലേക്ക് നീ കടന്നു ചെന്നു. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശക്തി അയച്ച കർത്താവ് പുതിയ അഭിഷേകത്തോട് ഇന്ന് പകൽക്കാലം ഓരോരുത്തരെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ സഭകളെയും, ഓരോ ദേശത്തെയും തുറക്കണമേ. നീ നിന്റെ മഹത്വം എടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. സ്ക്രീനിൽ കാണുന്ന ടെലിഫോൺ നമ്പറിൽ വിളിക്കുക. പാസ്റ്റർ മാത്യു സി സാമുവൽ, ഇവാഞ്ചലിസ്റ്റ് P.I. ഫിലിപ്പ് എന്നിവരുമായി നിങ്ങൾ ബന്ധപ്പെടുക. ദൈവം വിടുതലിന്റെ ദൈവമാണ്, നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. അവനിലൂടെ നമുക്ക് വിടുതൽ പ്രാപിച്ചെടുക്കാം. TV പ്രോഗ്രാമിലൂടെ ദൈവവചനം കാണുവാൻ സാധിച്ച നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും വരിക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കണം.